ഡിഫ്തീരിയ വ്യാപനം ആശങ്കാജനകമായി തുടരുന്നു. പ്രതിസന്ധി നേരിടാൻ ഫെഡറൽ സർക്കാർ വൻകിട പ്രതിരോധ പാക്കേജ് പ്രഖ്യാപിച്ചു. ഓസ്ട്രേലിയയിൽ നിന്നും ക്രിസ്റ്റീന ബെന്നി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഓസ്ട്രേലിയയിൽ ഡിഫ്തീരിയ വ്യാപനം പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി $7.2 മില്യൺ പാക്കേജ് പ്രഖ്യാപിച്ച് ഫെഡറൽ സർക്കാർ. രാജ്യത്തെ ഡിഫ്തീരിയ കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഓസ്ട്രേലിയൻ ഫെഡറൽ സർക്കാർ $7.2 മില്യൺ അടിയന്തര ധനസഹായ പാക്കേജ് പ്രഖ്യാപിച്ചു. ദേശീയതലത്തിൽ ഏകദേശം 230ഓളം ഡിഫ്തീരിയ കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് രാജ്യത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ ഡിഫ്തീരിയ വ്യാപനമാണ്. നോർത്തേൺ ടെറിട്ടറിയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ കണ്ടെത്തിയത്. വെസ്റ്റേൺ ഓസ്ട്രേലിയ, സൗത്ത് ഓസ്ട്രേലിയ, ക്വീൻസ്ലാൻഡ് എന്നിവിടങ്ങളിലും രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിനും വാക്സിനേഷൻ യജ്ഞങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ഈ പാക്കേജ്. ഇതിൽ $5.2 മില്യൺ നാഷണൽ ക്രിട്ടിക്കൽ കെയർ ആൻഡ് ട്രോമ റെസ്പോൺസ് സെന്ററിനാണ് നീക്കിവച്ചിരിക്കുന്നത്. ഇത് വാക്സിനുകൾ, ആന്റിബയോട്ടിക്കുകൾ എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനും അധിക ആരോഗ്യ പ്രവർത്തകരെ വിന്യസിക്കുന്നതിനും സഹായിക്കും. ശേഷിക്കുന്ന $2 മില്യൺ നാഷണൽ അബോറിജിനൽ കമ്മ്യൂണിറ്റി കൺട്രോൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് നൽകും. ഇത് തദ്ദേശീയ സമൂഹങ്ങൾക്കിടയിൽ സാംസ്കാരികമായി അനുയോജ്യമായ ആശയവിനിമയങ്ങൾ, കമ്മ്യൂണിറ്റി ലെസൺ, മറ്റ് പൊതുജനാരോഗ്യ പിന്തുണ എന്നിവ നൽകുന്നതിന് ഉപയോഗിക്കും. ഈ അടിയന്തര ധനസഹായം ഡിഫ്തീരിയയെ ഫലപ്രദമായി ചെറുക്കുന്നതിനും പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നതിനും നിർണായകമായ പങ്ക് വഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും സുരക്ഷിതമായ ഒരു ആരോഗ്യ അന്തരീക്ഷം ഉറപ്പാക്കാൻ ഈ നടപടികൾ അത്യന്താപേക്ഷിതമാണ്. ക്രിസ്റ്റീന ബെന്നി, 24 ഓസ്ട്രേലിയ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.